ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മാനവജന്മം അത്യന്തം ഉത്കൃഷ്ടമാണ്. ഉത്കൃഷ്ടമായ ഈ ജന്മത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് വേണം വിനിയോഗിക്കാൻ. മനുഷ്യ ശരീരം അത്രയും അത്ഭുതകരവും മഹത്വമായ ഒന്നാണ്. മനുഷ്യജന്മം നമുക്ക് എത്രയോ ശരീരങ്ങളിൽ കൂടി പാകപ്പെട്ടതിന് ശേഷമാണ് വിവേകത്തോടു കൂടിയ മനുഷ്യജന്മം ലഭിക്കുന്നത്. ഈ ജന്മം കിട്ടിയിട്ടും നമ്മൾ മൃഗങ്ങളെപ്പോലെ വിഷയങ്ങളിൽ മാത്രം ഒഴുകിക്കഴിയുകയാണെങ്കിൽ ഈ സ്വർണപാത്രമാകുന്ന ശരീരം കൊണ്ട് ഉദ്ദിഷ്ടമായ ഫലം ഉണ്ടാവുകയില്ല. അതിനാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആത്മാനുഭൂതി നേടാത്ത നരജന്മം നിരർത്ഥകം. ആത്മാനുഭൂതി നേടുന്നില്ലെങ്കിൽ ആ മനുഷ്യജന്മം നിരർത്ഥകമാണ്. ആത്മാനുഭൂതി നേടാത്ത നരജന്മം നിരർത്ഥകം. ഭൂമിക്ക് വന്ധ്യവൃക്ഷം പോൽ ഭാരമാണത് ഓർക്കുക. ഒന്നാലോചിച്ച് നോക്കൂ. കായുണ്ടാവാത്തൊരു മരം എങ്ങനെയായാലും കായുണ്ടാവുന്നില്ലെങ്കിൽ ആ മരം മുറിച്ച് കളയില്ലേ? ഭൂമിക്ക് വന്ധ്യവൃക്ഷം പോൽ ഭാരമാണത് പാർക്കുകിൽ. ജീവിതം ആത്മാനുഭൂതിക്ക് നമ്മൾ വിനിയോഗിക്കുന്നില്ലെങ്കിൽ ആ ജീവിതം വന്ധ്യവൃക്ഷം പോലെ, കായ്ക്കാത്ത മരം പോലെ ഒരു ഭാരം മാത്രമായി വരുന്നതാണ്. എന്നാൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞാൽ അപ്പോഴുണ്ടാവുന്ന കൃതകൃത്യത എത്ര മഹത്തരമാണ് എന്ന് ആ അവസ്ഥയിൽ എത്തുമ്പോഴേ നമുക്കറിയുകയുള്ളൂ. നിസാരമായ ഈ ലോക വസ്തുക്കളുടെ പിന്നാലെ പോയി വിലയേറിയ ആയുസ്സാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് പോയി കഴിഞ്ഞാൽ, ഏതാനും നാൾ കഴിഞ്ഞാൽ ഈ ശരീരം ആരോഗ്യം പോകുന്നു, തൻ്റെ ഇഷ്ടങ്ങളൊന്നും നടക്കാതെ വരുന്നു, ശരീരം അവശമായിക്കൊണ്ടിരിക്കും. ആ അവസ്ഥയിലൊന്നും നമുക്ക് നേടാൻ സാധിക്കുകയില്ല. കൊച്ചുകുട്ടിയാകുമ്പോൾ വെറും ചപലത മാത്രമാണ്. പിന്നീട് നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ, കൗമാരവും യൗവനവുമാകുമ്പോൾ അതിൽ ദേഹോഹബുദ്ധി വളർന്ന് സത്യം അറിയാൻ അനുവദിക്കുന്നില്ല. സത്യം അറിയാൻ അപ്പോഴും സാധിക്കുന്നില്ല. യൗവനത്തിൽ വീട് വയ്ക്കൽ, വിവാഹം ചെയ്യൽ, മക്കളുണ്ടാകൽ തുടങ്ങി അനവധി കഴുതയെപ്പോലെ ഭാരം ചുമക്കുന്ന ഒരു ജീവിതമായി മാറുന്നു. പിന്നീടുള്ള കാലം വൃദ്ധാവസ്ഥയിൽ 60 കഴിഞ്ഞ് 80 വയസ്സാവുന്നത് വരെ എന്താണ് വൃദ്ധാവസ്ഥ? വീട് കാക്കുക നായയുടെ സ്വഭാവമാണ്. പുറത്തൊന്നും പോകാനും വയ്യ, വീട്ടുകാവക്കാരനായിട്ട് നമ്മൾ നിൽക്കേണ്ടി വരുന്നു. ഓരോ കാലഘട്ടത്തിലും നമ്മൾ അവശതകളും പോരായ്മകളും കൂടപ്പുറപ്പായി മാറും. അതാവാതെ നല്ല കാലത്ത് തന്നെ ആത്മാനുഭൂതി നേടാനാണ് നാം ശ്രമിക്കേണ്ടത്. ആ ശ്രമം തുടങ്ങിയാൽ തന്നെ നമ്മുടെ ജീവിതം നേർവഴിയിലെത്തി എന്ന് പറയാം. എന്നാലും പിന്നീടും വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് നീങ്ങാൻ. ആത്മാനുഭൂതി നേടാത്ത നരജന്മം നിരർത്ഥകം. ഭൂമിക്ക് വന്ധ്യവൃക്ഷം പോൽ ഭാരമാണതു പാർക്കുകിൽ. ഒരു ഭാരം മാത്രമാണ് ആ ജീവിതം കൊണ്ടുണ്ടാവുന്നത്, ആത്മാനുഭൂതി നേടിയില്ലെങ്കിൽ. അതിനാൽ ഏറ്റവും അമൂല്യമായ ജന്മോദ്ദേശം എന്തെന്ന് ബോധിക്കുകയും അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ആയിരിക്കണം ഓരോ നിമിഷവും നമ്മൾ ചെലവഴിക്കേണ്ടത്. അതുകൊണ്ട് ഈ സുഭാഷിത രത്നത്തെ നമ്മൾ പല പ്രാവശ്യം മനനം ചെയ്യണം. ആത്മാനുഭൂതി നേടാത്ത നരജന്മം നിരർത്ഥകം. ഭൂമിക്ക് വന്ധ്യവൃക്ഷം പോൽ ഭാരമാണതു പാർക്കുകിൽ.